മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി സഹായിക്കുകയും അവിടെ നിങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 19-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് സക്കേവൂസിൻ്റെ ജീവിതമാണ്. സക്കേവൂസ് ഈശോയെ കാണാനായിട്ട് ആഗ്രഹിക്കുക. അവൻ ചുങ്കക്കാരനായിരുന്നു, പൊക്കം കുറഞ്ഞവനായിരുന്നു. അവൻ ഈശോയെ കാണാനായിട്ട് ആഗ്രഹിച്ച് കടന്നു ചെല്ലുമ്പോൾ വലിയ ജനക്കൂട്ട നിമിത്തം അവന് പറ്റുന്നില്ല. അവനത് ഈശോയെ കാണാനുള്ള മാർഗം കണ്ടെത്തുകയാണ്. മരത്തിൻ്റെ മുകളിലേക്ക് കയറി ഈശോയെ കാണുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ പരിമിതികളെ മാറ്റി ആത്മീയ ഉയരം നേടേണ്ട കാലമാണ് നോമ്പിൻ്റെ കാലഘട്ടം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ കാണാനായിട്ട് ആത്മീയമായ ഒരു ഉയരം നമുക്കുണ്ടായിരിക്കണം. ആത്മീയ ജീവിതത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു? പൊക്കം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണോ? താഴ്ന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണോ ഞാനൊന്ന് പരിശോധിച്ച് നോക്കണം. എൻ്റെ ആത്മീയ ജീവിതം താഴ്ന്നു കിടക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ അവിടുന്നൊരു ഉയർച്ച നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം. ആത്മീയ ജീവിതത്തിൽ ഉയർച്ചയുള്ളവർക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മീയ ജീവിതത്തെ പരിശോധിച്ച് ആത്മീയ ജീവിതത്തിൽ വളരുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ സക്കേവൂസ് മരത്തിൻ്റെ മുകളിൽ കയറി ഈശോയെ കാണുകയാണ്. പക്ഷേ അതിനു മുമ്പേ തന്നെ ഈശോ അവനെ കണ്ടിരുന്നു. ഈശോ തന്നെ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചില്ല, ഈശോയെ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ഈശോ അവനെ കണ്ടു. നോമ്പ് കാലം ദൈവം നമ്മെ കാണാനായി നമ്മുടെ അരികിലേക്ക് വരുന്ന കാലഘട്ടമാണ്. അവിടുത്തെ സ്വീകരിക്കാനായിട്ട് നമ്മളൊക്കെ തയ്യാറാണോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കേണ്ടത്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരാൻ തയ്യാറാ. ദൈവം നമ്മുടെ അധ്വാനങ്ങളിലേക്ക് വരാൻ തയ്യാറാ. ദൈവം നിന്നെ സഹായിക്കാൻ തയ്യാറാ. പക്ഷേ അവിടുത്തെ സ്വീകരിക്കാനായിട്ട് നീ തയ്യാറാണ്. ദൈവത്തെ സ്വീകരിക്കാൻ നീ തയ്യാറാവുക. ഈ നോമ്പ് കാലത്തിൽ വീണ്ടും ഈശോയിലേക്ക് അവൻ നോക്കിയപ്പോൾ അതുവരെ അവൻ നോക്കിയിരുന്നതിനൊക്കെ ഉപേക്ഷിക്കാനായിട്ട് അവൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഈശോ പറയുക, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അവൻ അതുവരെ നോക്കിയതിനെയൊക്കെ മാറ്റുകയാണ്. എന്നിട്ട് ഈശോയിലേക്ക് നോക്കി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോമ്പ് കാലം ഈശോയെ നോക്കാൻ, ഇന്നലെ വരെ നീ നോക്കിയിരുന്നതിനെയൊക്കെ ഉപേക്ഷിക്കാൻ അതിനുള്ള കാലഘട്ടമാണ്. അപ്പോൾ നിനക്ക് രക്ഷ ലഭിക്കും. ഇന്നലെ വരെ നോക്കിയിരുന്ന എന്തിനെയൊക്കെയാണ് അതിനെയൊക്കെ നീ മാറ്റിവെക്കുക. ഈശോയിലേക്ക് നോക്കുക. നിന്റെ നോട്ടം ഈശോയിൽ ഉറപ്പിക്കുക. നിനക്ക് രക്ഷ ഈശോ തരും. കരങ്ങളെ യാചനയോടെ പിടിക്കാം. നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് കൂടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഇവരുടെ ജീവിതത്തെ അങ്ങ് കാണണമേ. ഇവരുടെ കുടുംബങ്ങളെ കാണണമേ. ഇവരുടെ അധ്വാനങ്ങളെയും പഠനങ്ങളെയും പരീക്ഷകളെയും കാണണമേ. പുതിയ ഒരാഴ്ചയിലായിരിക്കുമ്പോൾ ഈ ആഴ്ചയിൽ ഇവരുടെ സകല കാര്യങ്ങളിലും അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഇവരെ സഹായിക്കണമേ. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖല, പഠന മേഖലകളിൽ നിന്ന്, ഇവരുടെ യാത്രകളിൽ നിന്ന് ദിവ്യകാരുണ്യത്താൽ സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പിശാചിൻ്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.